ഇത് നീരാളി, ഇത് നാടൻ കോഴി, ഇത് ചെമ്മീൻ റോസ്റ്റ്, ഇത് കക്ക, ഇത് കൂന്തല്, ഇത് പന്നി, ഇത് ബീഫ് ഫ്രൈ, ഇത് പോത്തോറ, ഇത് ബീഫ് റോസ്റ്റ്, ഇത് പൊടിമീൻ ഫ്രൈ, ഇത് വാള ഫ്രൈ, ചെമ്മീൻ ഫ്രൈ, കരിമീൻ ഫ്രൈ, കാരി ഫ്രൈ, ഇത് നെയ്മീൻ ഫ്രൈ. ഇന്ന് നമ്മൾ പോകുന്നത് ആലപ്പുഴയിലെ പ്രശസ്തമായ ആറ്റുമുഖം കള്ളുഷാപ്പിലേക്കാണ്. അവിടെ പോയി അവരുടെ അടുക്കളയിലൊക്കെ കയറി അവർ ഫുഡ് ഉണ്ടാക്കുന്ന കാണാനും അവിടുത്തെ ഫുഡ് കഴിക്കാനും പോകുന്നതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ കൊല്ലം ആലപ്പുഴ ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ AC റോഡ് കയറി ഒരു 9 കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് നമ്മളിവിടെ എത്തിച്ചേരുക. പള്ളാത്തുരുത്തി പാലം കയറി ഇറങ്ങി കൈനേരിക്ക് പോകുന്ന ലെഫ്റ്റിലേക്കുള്ള ഈ റോഡിലൂടെ വേണം നമുക്ക് പോകാൻ. നേരെ പോയാൽ പൂപ്പള്ളി വഴി പോകാവുന്നേ ഉള്ളൂ, പക്ഷേ ഈ വഴിയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇരുവശത്തും പച്ച പുതച്ച് കിടക്കുന്ന നെൽപ്പാടങ്ങൾക്ക് നടുവിലൂടെയുള്ള ഈ റോഡ് അതിമനോഹരമാണ്. നമ്മളങ്ങനെ ആറ്റുമുഖം ഷാപ്പിലെത്തിയിരിക്കുകയാണ്. സമയം ഇപ്പം 11:30 ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ വണ്ടികളും തിരക്കുകളൊന്നും ഇല്ലാത്തത്. നമുക്ക് കിച്ചണിൽ കയറി ഷൂട്ട് ചെയ്യേണ്ടതുകൊണ്ട് കുറച്ച് നേരത്തെ വന്നതാണ്. കുറച്ച് നേരത്തെ വന്നു കഴിഞ്ഞാൽ ആൾത്തിരക്കില്ലാതെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിലാണ് വന്നത്. ഇപ്പം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള വിഷ്വലാണിത്. ഇപ്പം 1 മണിക്കൂർ കഴിഞ്ഞപ്പം തന്നെ ഇവിടെ കാർ പാർക്കിംഗ് ഫുള്ളായിട്ടുണ്ട്. പിന്നെ റോഡ് സൈഡിലെ പാർക്കിങ്ങും എല്ലാം ഫുള്ളായി. ഇത്രയും കാറുകൾക്ക് പുറമെ 3 ടൂറിസ്റ്റ് ബസ്സുകളും പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയും ആൾക്കാരുണ്ട് ഇന്നത്തെ ദിവസം ഇവിടെ. നമ്മൾ നേരെ ചെന്നത് അടുക്കളയിലേക്കാണ്. അപ്പം അടുക്കളയിലേക്ക് ചെന്നപ്പം തന്നെ അവിടെ എല്ലാവരും ധൃതി പിടിച്ചുള്ള ജോലിയിലാണ്. ബീഫ് ഫ്രൈയും കൊണ്ട് പോകുന്ന ഈ കാഴ്ചയാണ് ഞാൻ കയറി ചെന്നപ്പം തന്നെ കണ്ടത്. വറുക്കാൻ റെഡിയായിട്ടുള്ളത് ഇവിടെ ചിക്കനും മീനും ചെമ്മീനും വള്ളത്തിയെല്ലാം മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ വറുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോന്നും. അടുപ്പത്താണേലും ബീഫിന്റെ ലിവർ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു. അപ്പുറത്ത് ഇതേ കഴിഞ്ഞിരിക്കുന്ന ബീഫിന്റെ ഫ്രൈ ആണ്. ഇത് ചേട്ടൻ ഇളക്കി മിക്സ് ആക്കുവാണ്. ഇതിനി അകത്തോട്ട് കൊണ്ട് വെക്കും. പിന്നെ ഇതേ ഈ ചേട്ടൻ ബീഫ് ഫ്രൈ കഴിഞ്ഞിട്ട് ഇനി അടുത്ത ബീഫ് റോസ്റ്റിന്റെ മസാല മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ചേച്ചി ഈ പള്ളത്തിയാണ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ കളർ തന്നെ ഉണ്ട്, നല്ല ഗോൾഡൻ കളറിൽ ഇങ്ങനെ തിളച്ച് എണ്ണയിലിട്ട് ഇങ്ങനെ മൂപ്പിച്ച് ഇങ്ങനെ എടുത്തോണ്ടിരിക്കുക. ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാനുള്ള മസാല മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേട്ടാ. ചേച്ചി ഇവിടെ കള്ളപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ്. പാലപ്പം പോലുള്ള തന്നെ അപ്പമാണെങ്കിലും ഇതിൽ കുറച്ച് കള്ളൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഇതിന് കുറച്ച് ഫ്ലേവർ വ്യത്യാസം ഉണ്ടാവും. ഈ ബീഫ് റോസ്റ്റൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് സംഭവമാണ് ഈ കള്ളപ്പം. ഇത് അപ്പുറത്തെ അടുപ്പിൽ ഞണ്ട് കറി ഇങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒന്നും നിൽക്കാൻ വയ്യാത്ത രീതിയിലുള്ള ഞണ്ട് കറിയുടെ മണം. ഇതേ അപ്പുറത്തെ അടുപ്പിൽ കാളാഞ്ചി മസാല ഉണ്ടാക്കുകയാണ്. ഈ ഞണ്ടുകറിയുടെ കൂടെ തന്നെ കാളാഞ്ചി മസാല ഈ ചേച്ചി തന്നെയാണ് ഉണ്ടാക്കുന്നത്. ചേച്ചിയുടെ മുഖം കാണിക്കാൻ ചേച്ചിക്ക് നാണമായതുകൊണ്ടാണ് ചേച്ചിയുടെ മുഖം കാണിക്കാത്തത്.
കാളാഞ്ചി മസാല ഉണ്ടാക്കാനുള്ള ഗ്രേവിയാണ് ഉണ്ടായിക്കൊണ്ട്. ഈ മസാലയിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാളാഞ്ചി മീനും ഇട്ട് മസാല പിടിക്കാൻ വേണ്ടി ഒരു 10 മിനിറ്റ് ഇരിക്കും. ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനായതുകൊണ്ട് മസാലയെല്ലാം തേച്ച് പുരട്ടി കുറച്ചു നേരം അടുപ്പത്ത് വെച്ചെടുക്കാറാണ് ചെയ്യുക. വള്ളത്തിൽ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാ ചിക്കൻ പുരത്തിന് വേണ്ടി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുകയാണ് ഈ ചേച്ചി ഇപ്പോൾ ഇവിടെ. ഒരു സൈഡിൽ ഇനി ഇവിടെ ചേച്ചി പാലപ്പം ഉണ്ടാക്കുവാണ്. മിഷ്യൻ പോലെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം എത്ര പാലപ്പം ഉണ്ടാക്കുമെന്ന് ചോദിച്ചിട്ട് അതിന് കണക്കില്ലെന്നാണ് പറഞ്ഞത്. അതിന് മാത്രം ആൾക്കാരാണ് ഇവിടെ വരുന്നത്. അതിന് മാത്രം പാലപ്പം ഇവിടെ ഉണ്ടാക്കുകയും ചെയ്യും. നേരത്തെ ഉണ്ടാക്കിയ ഞണ്ട് കറിയാണ് ഇതേ കൊണ്ടുപോകുന്നത്. ഞണ്ടുകറിയും കാളാഞ്ചി മസാലയും ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അടുത്തത് 3 പാത്രം വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത 3 കറി ഒരേ സമയം ഉണ്ടാക്കാൻ പോകണിക്കും. ചേച്ചിനൊക്കെ സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. ഒരേ സമയം 3 അടുപ്പില് 3 കറികള്, 3 വ്യത്യസ്തമായ കറികള്. ഒരെണ്ണം ചിക്കൻ, ഒരെണ്ണം കൊഞ്ച്, ഒരെണ്ണം മീൻതല. ഞാനൊക്കെ വീട്ടില് 2 അടുപ്പിൽ ദോശ ഇട്ട് കഴിഞ്ഞാൽ അതിലൊരു ദോശ കരിയലാണ് പതിവ്. ഇവരുടെയൊക്കെ എക്സ്പീരിയൻസ് കൊണ്ടാണ് 3 കറികൾ ഒരേ സമയം ഇത്രയും വലിയ ക്വാണ്ടിറ്റിയിലും അതും ഒട്ടും ടേസ്റ്റ് ഓവറായത് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. നമ്മളിത് നേരിട്ട് കണ്ടപ്പോഴാണ് ഇവരിടുന്ന എഫർട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്നും മാറത്തില്ല, ഞങ്ങൾക്ക് മാറത്തില്ല. ഞങ്ങൾ ഇതേന്നും പറഞ്ഞ് നിൽക്കുക. വേറെ ആര് വർത്താനം പറഞ്ഞ വന്നാലും ശ്രദ്ധിക്കത്തില്ല. ഇത് കുഴ, ഇത് പാൽക്കപ്പ, ഇത് കായലിനുണ്ട്, ഇത് മധുരക്കിഴങ്ങ്, ഇത് പിടി, ഇത് പന്നി റോസ്റ്റ്, ഇത് കടലിനുണ്ട്, ഇത് താറാ റോസ്റ്റ്, മീൻ പീര, ഇത് മുയല്, ഇത് ബീഫ് ലിവർ, ഇത് ചിക്കൻ വളത്ത്, ഇത് നീരാളി, ഇത് നാടൻ കോഴി, ഇത് ചെമ്മീൻ റോസ്റ്റ്, ഇത് കക്ക, ഇത് കൂന്തല്, ഇത് പന്നി, ഇത് ബീഫ് ഫ്രൈ, ഇത് പോത്തോറ, ഇത് ബീഫ് റോസ്റ്റ്, ഇത് പൊടിമീൻ ഫ്രൈ, ഇത് വാള ഫ്രൈ, ചെമ്മീൻ ഫ്രൈ, കരിമീൻ ഫ്രൈ, കാരി ഫ്രൈ, ഇത് നെയ്മീൻ ഫ്രൈ, ഇത് ചെമ്പല്ലി ഫ്രൈ, ഇത് പള്ളത്തി ഫ്രൈ, അത് കൊഞ്ചു ഫ്രൈ, ഇത് താറാവ് മപ്പാസ്, ഇത് വരാല് കറി, ഇത് ആക്കി വാളക്കറി, ഇത് മഞ്ഞക്കൂരിക്കറി, ഇത് നെയ്മീൻ തേങ്ങ അരച്ചകറി, ഇത് വറ്റക്കറി, കേരക്കറി, ഇത് കരിമീൻ മപ്പാസ്, ഇത് കാളാഞ്ചി കറി, ഇത് കാളാഞ്ചി മപ്പാസിക, ഇത് വാളത്തല, ഇത് കേരത്തല, ഇത് വറ്റയുടെ തല, ഇത് നെയ്മീൻ തല, ഇത് വറ്റയുടെ തല. അങ്ങനെ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരുന്ന കറികളാണ് ഇപ്പം കണ്ടത്. അപ്പൊ അത് കൂടാതെയാണ് ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കറികളെല്ലാം. ഇത് താറാവാണ്, ഇവിടുത്തെ മെയിൻ ഡിഷാണ്. എന്റെയും ഫേവറേറ്റ്സ് ആണ് ഇവിടുത്തെ താറാവ് കറിയാണ്. താറാവും അപ്പവും.
ഈ കാണുന്ന വരാലാണ്, വരാല് മൊപ്പാസ്. ഇത് നമ്മുടെ ചിക്കൻ പെരട്ടിലേക്കുള്ള ചിക്കൻ ഇടുവാണ്. മസാല എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ട് ഇപ്പം ചിക്കൻ പെരട്ടിലേക്ക് മസാല ആയിട്ട് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഇട്ട് മിക്സ് ചെയ്യുവാണ്. ഇത് നമ്മുടെ കാളാഞ്ചിയുടെ തലക്കറിയിലേക്ക് തലയിടുവാണ് കാളാഞ്ചി. ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്ന തലയാണ്. അപ്പോൾ അതിനി കറിയിലേക്ക് ഇട്ട് എല്ലാം മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വേവിക്കും. കണ്ടില്ല, താറാവങ്ങ് തിളച്ച് വറ്റി വരണമെങ്കിൽ വറ്റിച്ചെടുക്കാനായിട്ട് കുറേ നേരമായിട്ടിട്ട് തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല മണം വരുന്നുണ്ട് അതിൻ്റെ കുരുമുളകിൻ്റെ ഒക്കെ. നമ്മുടെ ചിക്കൻ പെരട്ട് റെഡിയായി. ചിക്കൻ പെരട്ട് കൊണ്ടുപോയി ഇനി ഫ്രണ്ടിലേക്ക് വെക്കുവാണ്. ഇത് പോർക്കാണ് കേട്ടോ. പോർക്ക് ഇട്ട് വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. വേവ് കൂടുതലുകൊണ്ട് വിറകടുപ്പിലായിട്ട് വേവിക്കുന്നത്. ഇതിപ്പം ഇട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ വരാല് മൊപ്പാസാണ് കൊണ്ടുപോകുന്നത്. അതും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആൾക്കാരുടെ തിരക്ക് കൂടിയിട്ടുണ്ട് ഇവിടെ. എല്ലാവരും ഇവിടെ നിന്ന് കൺഫ്യൂഷനായിട്ടിരിക്കും. എല്ലാവരുടെയും മനസ്സിൽ ഒറ്റ ഇതേ ഉള്ളൂ, എന്ത് വാങ്ങണം. അതാണ് ഇവിടുത്തെ പ്രശ്നം. നമ്മളിവിടെ വന്നു നിന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരാശയക്കുഴപ്പമുണ്ടാവും. എന്ത് വാങ്ങിക്കണം, എന്ത് കഴിക്കണം, അതിന് മാത്രം ഐറ്റംസ് ഉണ്ട് ഇവിടെ. കാളാഞ്ചി തലക്കറി ഇവിടെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താ ഇവിടെ പൊറോട്ടയുടെ കല്ലൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പം ദേ ബായി പൊറോട്ട അടി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്ന കണ്ടു. ഇനി ഫുഡ് കഴിക്കുന്ന സ്ഥലങ്ങളൊന്ന് കണ്ടിട്ട്. ഇവിടെ പലതരം ഹട്ടുകളുണ്ട്. ഫാമിലി ആയിട്ട് വരുന്നവർക്കും ഗ്രൂപ്പായിട്ട് വരുന്നവർക്കും പല സൈസിലുള്ള ഹട്ടുകൾ ഇവിടെ അവൈലബിൾ ആണ്. AC-യും നോൺ AC-യും എല്ലാം അവൈലബിൾ ആണ്. അല്ലാതെ നമുക്കിങ്ങനെ പുറത്തിരുന്നാലും കഴിക്കാം. പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ പുറത്ത് ഓപ്പൺ എയറിൽ ചെയറും ടേബിളൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ ഇരിക്കണേ അവിടെ ഇരിക്കാം. ഇതിവിടെ മീൻ വളർത്തുന്നത് സ്ഥലമാണ്. ഇവിടെ ഇതിൻ്റെ അകത്തുനിന്ന് മീനുണ്ടാവും. നമുക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ ഇവർ പിടിച്ച് വെട്ടിത്തരും. വെട്ടി കറി വെച്ച് തരും. എന്ത് കറി വേണമെന്ന് പറഞ്ഞാൽ. ഇത് രണ്ടും കൂടാതെ ഇവിടെ വേറൊരു ഓപ്ഷനുകളുണ്ട്. അങ്ങോട്ടാണ് ഈ ഫുഡും കൊണ്ടുപോകുന്നത്. ഈ കാണുന്നത് പമ്പാ നദിയിലേക്ക് ബോട്ടുകൾ സെറ്റ് ചെയ്ത് അതിൻ്റെ മേളിൽ ടേബിളെല്ലാം സെറ്റ് ചെയ്ത് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള പ്ലേസാണ്. നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിലും ഭക്ഷണം കഴിക്കാവുന്നതാണ്. ഇവിടെ ആകുമ്പം ഓപ്പണാണ്. നമുക്ക് പ്രൈവസി ഒന്നുമില്ല. ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലമാണ്. നിങ്ങൾക്ക് ഫാമിലി ആയിട്ടാണ് വരുന്നത് അല്ലെങ്കിൽ പ്രൈവസി വേണമെന്നുണ്ടെങ്കിൽ ഹട്ടായിരിക്കും ബെസ്റ്റ് ചോയ്സ്. ഇതാകുമ്പോൾ നമുക്ക് ആറിൻ്റെ വ്യൂവും കണ്ട് കാറ്റും കൊണ്ട് ഇവിടെ നിന്ന് കഴിക്കാവുന്നതാണ്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ബോട്ടിങ്ങിന് പോകാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അതിന് ക്യാഷ് കൊടുക്കണം. പിന്നെ ഇത്രയും ഭക്ഷണം ഉണ്ടാക്കുന്ന കണ്ടിട്ട് ഇവിടുന്ന് കഴിച്ചിട്ട് പോയില്ലെങ്കിലൊക്കെ. അപ്പം ഞാൻ ആദ്യം കണ്ട ബീഫ് ഫ്രൈയും താറാവും പിന്നെ നമ്മുടെ ചേച്ചി ഉണ്ടാക്കിയ ചിക്കൻ പെരട്ടും എല്ലാം ഞങ്ങൾ ഓർഡർ ചെയ്യും. ഫുഡെല്ലാം സൂപ്പറായിരുന്നു. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വന്ന് ഷാപ്പിലെ കറികളെല്ലാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. താങ്ക് യു.